നമ്മൾ ഷേപ്സ് അല്ലേ പറഞ്ഞേ, ഷേപ്സ് തുടങ്ങി അതിൽ കളർ ചെയ്തു അല്ലേ നമ്മൾ. റെഡും ബ്ലൂവും പിങ്കും ഗ്രീനും വെച്ച് കളർ ചെയ്യാനുള്ള ഹോംവർക്ക് ആയിരുന്നു തന്നിരുന്ന ലാസ്റ്റ് പേജ് നമ്പർ 93. അതില് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. സി, പേജ് നമ്പർ 93-ലെ സി, ക്വസ്റ്റ്യൻ സി. കംപ്ലീറ്റ് ദ ഷേപ്സ് ആൻഡ് മാച്ച്. ഷേപ്സ് പകുതി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കിയേ പെട്ടെന്ന് എങ്ങനെ ഷേപ്പ് മാച്ച് ചെയ്യുന്നതെന്ന്. മിസ് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മാച്ച് ചെയ്ത് തരാം. സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. മാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ കിട്ടുന്നതെന്ന് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നതുമായിട്ട്, സോറി, കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എങ്ങനെയാന്ന് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യാം. ഏതൊക്കെ ഷേപ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്? എന്താ നോക്കിയേ. ഫസ്റ്റത്തത് സർക്കിൾ. ഫോണിലോട്ട് നോക്കിയേ എല്ലാരും. സ്ക്രീനിൽ മിസ് കാണിച്ചു തരുന്ന കാണുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റത്തത് സർക്കിൾ. സർക്കിളിന് നേരെ മാച്ച് ചെയ്തു. രണ്ടാമത്തത് സ്ക്വയർ, മൂന്നാമത്തത് റെക്റ്റാങ്കിൾ, നാലാമത്തത് ട്രയാങ്കിൾ. അതൊക്കെ തൊട്ടടുത്ത് ഇതിലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ടോ? സർക്കിളിനെ ഇങ്ങോട്ട് മാച്ച് ചെയ്തു, സ്ക്വയറിനെ ഇങ്ങോട്ട് മാച്ച് ചെയ്തു, റെക്റ്റാങ്കിളിന് ഏറ്റവും ആദ്യത്തത്, ട്രയാങ്കിളിന് രണ്ടാമത്തത്. അത് ചെയ്ത് കഴിഞ്ഞല്ലോ. അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 94. അത് കളർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണേ. അവിടെ കുറെ ഡോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഡോട്ടായിട്ട് 2 സർക്കിൾ, 2 സ്ക്വയർ, 2 ട്രയാങ്കിൾ, 2 റെക്റ്റാങ്കിൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യണം എന്ന് വെച്ചാല് സർക്കിളിനെ ആ ഡോട്ട് മാച്ച് ചെയ്തുകൊണ്ട്, ഡോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. വലിയ സർക്കിളും ഉണ്ട്, ചെറിയ സർക്കിളും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന നോക്കിയേ. ട്രേസ് ദ സർക്കിൾസ്, കളർ ദ ബിഗ് സർക്കിൾ റെഡ് ആൻഡ് സ്മോൾ സർക്കിൾ ഗ്രീൻ. വലിയ സർക്കിളിന് റെഡ് കളറും ചെറിയ സർക്കിളിന് ഗ്രീൻ കളറും കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ കളർ കൊടുക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ആ ട്രേസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. സർക്കിൾ എങ്ങനെയാണെന്ന് അത് വരച്ചു വെച്ചാൽ മാത്രം മതി. പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് ആ ഷേപ്സ് മാത്രം വരച്ചു വെക്കുക. എന്നിട്ട് പിന്നെ കളർ കൊടുത്താൽ മതി കേട്ടോ. വലിയ സർക്കിളിന് റെഡും ചെറിയ സർക്കിളിന് ഗ്രീനും. രണ്ടാമത്തത് 2 സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. വലിയ സ്ക്വയറിന് പിങ്ക് കളറും ചെറിയ സ്ക്വയറിന് യെല്ലോ കളറും. വലിയ സ്ക്വയറിന് പിങ്ക് കളറും ചെറിയ സ്ക്വയറിന് യെല്ലോ കളറും. അടുത്തത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ രണ്ടും പോയിന്റ്സ് ഡോട്ട്സ് ട്രേസ് ചെയ്തിട്ട് വരച്ചു നോക്കിയേ. ഒരു വലിയ ട്രയാങ്കിളും ഉണ്ട്, ഒരു ചെറിയ ട്രയാങ്കിളും ഉണ്ട്. വലിയ ട്രയാങ്കിളിന് ഓറഞ്ച് കളറും ചെറിയ ട്രയാങ്കിളിന് പർപ്പിൾ കളറും. വലിയ ട്രയാങ്കിളിന് ഓറഞ്ച് കളറും ചെറിയ ട്രയാങ്കിളിന് പർപ്പിൾ കളറും. പർപ്പിൾ കളർ എന്താണെന്നറിയോ? ഗ്രേപ്പ് കളറാണ് പർപ്പിൾ. വയലറ്റ് പോലുള്ള വയലറ്റും പിങ്കും കൂടിയുള്ള ഒരു കളറാണ് പർപ്പിൾ. അടുത്തത് റെക്റ്റാങ്കിൾ. വലിയ റെക്റ്റാങ്കിളും ഉണ്ട്, ചെറിയ റെക്റ്റാങ്കിളും ഉണ്ട്. അതിൽ വലിയ റെക്റ്റാങ്കിളിന് ഗ്രീൻ കളറും ചെറിയ റെക്റ്റാങ്കിളിന് പിങ്ക് കളറും. എല്ലാവരും വരച്ചോ? പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കണേ. വലിയ റെക്റ്റാങ്കിളിന് ഗ്രീൻ കളറും ചെറിയ റെക്റ്റാങ്കിളിന്
പിങ്ക് കളർ. ഓക്കെ, അടുത്ത പേജ് എടുത്തേ. പേജ് നമ്പർ 95. ഇതാണ് നമ്മുടെ ആരാ ചോദിച്ചേ? ബിയോണക്കുട്ടി ചോദിച്ചേ. ക്വസ്റ്റ്യൻ H. ഇതെങ്ങനെയാ ചെയ്യണ്ടേ? Look at the following objects. What shapes are they? കുറെ ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്, അതിന് ഓരോ ഷേപ്സും ഉണ്ട് അല്ലേ? അതിനൊക്കെ എന്താ പറയാനുള്ളത്? എന്താ ദീന? ആ, ഇപ്പൊ മിസ് യെല്ലോയും റെഡും ഒക്കെ പഠിപ്പിച്ചല്ലേ? ആ, ഇതിനകത്ത് സർക്കിളിന്റെ ഇതില്ല, വലുതും ചെറുതും ഉള്ള സർക്കിളോ ഇല്ലേ? ആ. ഇതിലേതാ എഴുതണ്ട? സർക്കിള് വലിയ സർക്കിളിന് റെഡും ചെറിയ സർക്കിളിന് ഗ്രീനും. അപ്പൊ താഴത്തിന് കളറ് കൊടുക്കുക വേണ്ട മോളെ? വലിയ സർക്കിളിന് റെഡ് കളർ കൊടുക്കുക, ചെറിയ സർക്കിളിന് ഗ്രീൻ കളർ കൊടുക്കുക. തൊട്ട് താഴെ 2 സ്ക്വയർ ഉണ്ട്, അതില് വലിയ സ്ക്വയറിന് പിങ്ക് കളർ കൊടുക്കുക, ചെറിയ സ്ക്വയറിന് യെല്ലോ കളർ കൊടുക്കുക. പിന്നെ 2 ട്രയാങ്കിൾ, അതിൽ വലിയ ട്രയാങ്കിളിന് ഓറഞ്ച് കളർ കൊടുക്കുക, ചെറിയ ട്രയാങ്കിളിന് പർപ്പിൾ കളർ കൊടുക്കുക. പിന്നെ ലാസ്റ്റ് 2 റെക്റ്റാങ്കിൾ ഉണ്ട്, അതില് വലിയ റെക്റ്റാങ്കിളിന് ഗ്രീൻ കളർ കൊടുക്കുക, ചെറിയ റെക്റ്റാങ്കിളിന് പിങ്ക് കളറും കൊടുക്കുക. കളർ നിങ്ങൾ കളർ പെൻസിൽ ഉപയോഗിച്ച് പിന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലുക്ക് അറ്റ് ദി ഫോളോയിങ് ഒബ്ജക്ട്സ്. വാട്ട് ഷേപ്സ് ആർ ദേ? കുറെ ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? ഒരു ബുക്ക്, മൈ മാത്സ് ബുക്ക്, പിന്നെ ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട്, ഒരു റിങ്, ഒരു ക്ലോക്ക്, ഒരു സ്കെയിൽ. ഇതിൻ്റെയൊക്കെ ഓരോ ഷേപ്സ് ഉണ്ടല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിന് താഴെ ഓരോ ചെറിയ ചെറിയ കോളം ഉണ്ട്, കണ്ടോ? അപ്പോ സ്ക്വയർ ഷേപ്പിലുള്ളതിനെ ആ കോളത്തില് സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ എസ് എന്ന് എഴുതാം. സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ എസ് എന്ന് എഴുതാം. സർക്കിൾ ഷേപ്പ് ആണെങ്കിൽ സി, അതായത് സർക്കിളിന്റെ ആദ്യത്തെ ലെറ്റർ സി. ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ടി എന്ന് എഴുതാം. ഇനി റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ആർ എന്ന് എഴുതാം. ഒന്ന് പെട്ടെന്ന് ആ ഒബ്ജക്ട്സിന്റെ താഴെ ആ ലെറ്റേഴ്സ് ഒന്ന് എഴുതിയേ. ഏത് ഷേപ്പ് ആണോ ആ ഷേപ്പിന്റെ ആദ്യത്തെ ലെറ്റർ. മാത്സ് ബുക്കിന് ഏത് ഷേപ്പാന്ന് നോക്കുക, ക്യാപ്പിന് ഏത് ഷേപ്പാന്ന് നോക്കുക, ബോളിന് ഏത് ഷേപ്പാന്ന് നോക്കുക, പിന്നെ റിങ്ങിന് ഏത് ഷേപ്പാന്ന് നോക്കുക, ക്ലോക്കിന്റെ ഷേപ്പ് ഏതാന്ന് നോക്കുക, സ്കെയിലിന്റെ ഷേപ്പ് ഏതാന്ന് നോക്കുക. എഴുതിയോ? റെക്റ്റാങ്കിൾ ഒക്കെ എഴുതിക്കോ. റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ ആർ എന്ന് എഴുതുക, സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ എസ് എന്ന് എഴുതുക, സർക്കിൾ ഷേപ്പ് ആണെങ്കിൽ സി എന്ന് എഴുതുക, ട്രയാങ്കിൾ ആണെങ്കിൽ ടി എന്ന് എഴുതുക. എഴുതിയോ? ഓക്കെ, ബിയോണ എഴുതി കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട് മിസ്സിന്. വേറെ ആരാ എഴുതി കഴിഞ്ഞേ? മുക്താസിൻ കഴിഞ്ഞു, അൻവിത കഴിഞ്ഞു, നൈല കഴിഞ്ഞു, റിച്ചാർഡ് കഴിഞ്ഞു, ആദിത്യ കഴിഞ്ഞു, ദേവർഷ കഴിഞ്ഞു, നീലാഞ്ജന കഴിഞ്ഞു, അമൃത കഴിഞ്ഞു. വെരി ഗുഡ്. ജിയ റോസ്, ഹാദിയ, ആയുഷ്, സൽമാൻ,
ഓക്കെ, എല്ലാരും കഴിഞ്ഞല്ലേ? അപ്പൊ മൈ മാത്സ് ബുക്കിന്റെ ഷേപ്പ് എന്താ? നാസ കഴിഞ്ഞില്ലേ? എഴുതിക്കോ. മാത്സ് ബുക്കിന്റെ ഷേപ്പ് എന്താ കൊടുത്തിരിക്കുന്നേ? റെക്ടാങ്കിൾ. ആർ എന്നാണോ എഴുതിയേ മാത്സ് ബുക്കിന്റെ താഴെ? ആർ എന്നാണോ എഴുതിയേ? ഓക്കെ. അടുത്തത് ക്യാപ്പ്. ക്യാപ്പിന്റെ ഷേപ്പ് എന്താ? ട്രയാങ്കിൾ. ടി എന്നാണോ ക്യാപ്പിന് താഴെ എഴുതിയിരിക്കുന്നത്? ആണോ? ഓക്കെ. ബോളിന് താഴെയോ? ബോളിന്റെ ഷേപ്പ് എന്താ? സർക്കിൾ. സി ആണോ എഴുതിയിരിക്കുന്നത്? സി ആണോ എഴുതിയിരിക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് റിങ്. റിങ്ങിന്റെ ഷേപ്പോ? അതും സർക്കിൾ തന്നെ. അപ്പോ റിങ്ങിന് താഴെ സി തന്നെ. ദെൻ ക്ലോക്ക്. ഇവിടെ തന്നിരിക്കുന്ന ക്ലോക്കിന് സ്ക്വയർ ഷേപ്പ് അല്ലേ? 4 സൈഡും ഈക്വൽ ആയിട്ട് കാണുന്ന സ്ക്വയർ ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ക്ലോക്കിന്. അപ്പോ ക്ലോക്കിന് താഴെ യെസ്. ക്ലോക്കിന് താഴെ യെസ്. ഇനി സ്കെയിൽ. സ്കെയിലിന് എന്ത് ഷേപ്പാ? സ്കെയിലിന് എന്ത് ഷേപ്പാ? റെക്ടാങ്കിൾ. സ്കെയിലിന് താഴെ റെക്ടാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല രസമായിരിക്കും ചെയ്യാൻ. ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതില് കൊടുത്തിരിക്കുന്ന ഷേപ്സ് എത്രയാണെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതണം. എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? മിസ് വരയ്ക്കാം. ആദ്യത്തെ ഒരു വീടാണല്ലേ? വീട് പോലത്തെ ഒരു ഷേപ്പ്. ഇങ്ങനെയല്ലേ ആദ്യത്തെ? ഓക്കെ. ഇതിലെന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? എന്താ കണ്ടുപിടിക്കണ്ടേ? സ്ക്വയർ എത്ര എണ്ണം ഉണ്ട്, റെക്ടാങ്കിൾ എത്ര എണ്ണം ഉണ്ട്, സർക്കിൾ എത്ര എണ്ണം ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി കണ്ടുപിടിച്ചു. ഒന്ന് ഈ ഷേപ്പിനകത്ത് എന്നിട്ട് എവിടെ എഴുതണ്ടേ? സ്ക്വയറിന്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാ സ്ക്വയറിന്റെ എണ്ണം? 1. ഈ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ, 1. ഇനി റെക്ടാങ്കിൾ എത്രയുണ്ട് നോക്കിയേ. എത്ര റെക്ടാങ്കിൾ ഉണ്ട്? ഇതൊരു റെക്ടാങ്കിൾ, ഇതൊരു റെക്ടാങ്കിൾ, ഇതും ഒരു റെക്ടാങ്കിൾ. അപ്പൊ എത്ര റെക്ടാങ്കിൾ ആയി? 2 റെക്ടാങ്കിൾസ്. സർക്കിൾ ഉണ്ടോ അതിനകത്ത്? സർക്കിൾ ഉണ്ടോ? നോ, 0 സർക്കിൾ. എത്ര ട്രയാങ്കിൾ ഉണ്ട്? എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഈ ഒറ്റ ഒരു ട്രയാങ്കിൾ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? അപ്പൊ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 ട്രയാങ്കിൾ. ആ ഫിഗറിന്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന ഇതുപോലെ കൊടുത്തിരിക്കുന്നതിനകത്ത് 1 2 0 1 എഴുതാം. അടുത്ത ഡയഗ്രാം. വലിയൊരു സർക്കിൾ, 2 കുഞ്ഞു സർക്കിൾ, പിന്നെ വേറെ 2 കുഞ്ഞു സർക്കിൾ, പിന്നെ ഒരു
ഒരു റെക്റ്റാങ്കിൾ, പിന്നെ ഒരു ഇങ്ങനെയല്ലേ ആ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എത്ര സ്ക്വയർ ഉണ്ട് എന്ന് എണ്ണി നോക്കുക, എത്ര റെക്റ്റാങ്കിൾ ഉണ്ട് എന്ന് എണ്ണി നോക്കുക, എത്ര സർക്കിൾ ഉണ്ട് എന്ന് എണ്ണി നോക്കുക, എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്ന് എണ്ണി നോക്കുക. ഒന്ന് എണ്ണി നോക്കിയിട്ട് അതിനകത്ത് ഓരോന്നിനകത്ത് എഴുതി വെച്ച് എത്ര എണ്ണം ഉണ്ടെന്ന്. എഴുതിയോ? എഴുതാൻ വലിയ പണിയൊന്നുമില്ല. എത്ര സ്ക്വയർ ഉണ്ട് ഇവിടെ? സ്ക്വയർ ഒന്നുമില്ല, 0 സ്ക്വയർ. എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? ഒറ്റൊരു റെക്റ്റാങ്കിൾ, ഓൺലി 1 റെക്റ്റാങ്കിൾ. എത്ര സർക്കിൾ ഉണ്ട്? വലിയൊരു സർക്കിൾ, 1 2 3 4 5 സർക്കിൾസ് ഉണ്ട്. ദെൻ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഓൺലി 1 ട്രയാങ്കിൾ. അപ്പൊ 0 സ്ക്വയർ, 1 rectangle, 5 circles, 1 triangle. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങ് തീർന്നു. അടുത്ത ചാപ്റ്റർ പുതിയ ചാപ്റ്റർ ആണേ, ഫ്രാക്ഷൻ. കേട്ടിട്ടുണ്ടോ ഫ്രാക്ഷൻ? പേജ് നമ്പർ 96. പേജ് നമ്പർ 96. ഫ്രാക്ഷൻ എന്താ? ഫ്രാക്ഷന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. ടെക്സ്റ്റ് നോക്കിയിട്ട് ഫ്രാക്ഷന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. FRACTIONS. ഫ്രാക്ഷൻസ്. എന്താ ഫ്രാക്ഷൻസ് എന്ന് വെച്ചാല്? എക്സാമ്പിൾ പറഞ്ഞു തരാം. ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ നിങ്ങളുടെ വീട്ടിലെ കേക്ക് വാങ്ങാറുണ്ടല്ലോ. നല്ല ഡിസൈൻ ഒക്കെയുള്ള കേക്ക് വാങ്ങാറുണ്ടല്ലോ. ക്രീം കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റോ റെഡ് വെൽവെറ്റോ അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റോ ഇല്ലേ? കേക്ക് വാങ്ങിയാല് ഒറ്റൊരു കേക്ക് ആണെങ്കിൽ ഒരു വലിയ കേക്ക് ആയിരിക്കും ഉണ്ടാവുക. കാണിച്ചു തരാം. മിക്കവാറും എങ്ങനെയായിരിക്കും കേക്കിന്റെ ഷേപ്പ്? എങ്ങനെയായിരിക്കും കേക്കിന്റെ ഷേപ്പ് ഉണ്ടാവുക? സർക്കിൾ ആയിരിക്കും അല്ലെ? വട്ടത്തിലായിരിക്കും കേക്ക് ഉണ്ടാവുക. നിങ്ങളെ വീട്ടില് നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എനിക്ക് കറക്റ്റ് ഫുൾ ശരിക്കും ഇതിന്റെ നേർ പകുതി വേണമെന്ന് പറയും. നേർ പകുതി വേണമെന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് വലിയ കഷ്ണം വേണം ചെറിയ കഷ്ണം വേണമെന്ന് പറഞ്ഞാലൊന്നും അവർ സമ്മതിക്കില്ല. അപ്പൊ എന്ത് പറയും? അടി ഉണ്ടാക്കാതിരിക്കാൻ നേർ പകുതി വേണമെന്ന് പറയും. അപ്പൊ അച്ഛനും അമ്മക്കും കൊടുക്കണ്ടേ? അവർക്ക് സങ്കടാവൂലേ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് നേർ പകുതി അച്ഛനും കൊടുക്കും, ചേട്ടന്റെ ഭാഗത്തുനിന്ന് നേർ പകുതി അമ്മയ്ക്കും കൊടുത്തു. ഇപ്പൊ നമ്മള് കേക്ക് എത്ര പാർട്സ് ആക്കി? 1 2 3 4. എത്ര പാർട്സ് ആക്കി? 1 2 3 4. ഈ ഓരോ പാർട്ടിനെയും നമ്മൾ പറയുന്ന പേരാണ് ഫ്രാക്ഷൻ. അതായത് മുഴുവനായിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആക്കി ഒരേപോലുള്ള ഭാഗങ്ങളാക്കി വീതിച്ചാൽ അതിൽ ഓരോ ഭാഗത്തെയും നമ്മൾ എന്തു പറയും? ഫ്രാക്ഷൻ. FRACTION. ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഏത് കേസ് എടുത്താലും അങ്ങനെ തന്നെ.
ചോക്ലേറ്റ് മേടിച്ചു, വലിയ ഡയറി മിൽക്കിന്റെ വലിയ ചോക്ലേറ്റ് മേടിച്ചു. അത് ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ ഇപ്പം സിൽക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് 8 ഭാഗമൊക്കെ ആക്കാം. ഓരോ കുഞ്ഞു കുഞ്ഞു പീസല്ലേ ഇത് ഉണ്ടാവുക. അതിൽ ഓരോ പീസിനെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫ്രാക്ഷൻ. ഇനി വീട്ടിലൊരു ആപ്പിള് കൊണ്ടുവന്നു. വീട്ടിൽ ആപ്പിൾ ഉണ്ടെന്ന് വെച്ചോ. ആപ്പിള് അമ്മ എന്ത് ചെയ്തു? ഒരാപ്പിള് നിങ്ങൾക്ക് 2 പേർക്ക് കൂടിയിട്ട് 2 ഭാഗമാക്കി. ഒരാപ്പിള് 2 ഭാഗമാക്കി. 2 ഭാഗമാക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഹാഫ്. എന്ത് പറയുന്നു? HALF. ഹാഫ്. ഹാഫ് ആക്കുന്നു, പകുതിയാക്കുന്നു എന്നല്ലേ പറയാ, അല്ലേ? ഈ 2 ഹാഫ്സിൽ 2 ഉണ്ടാക്കുമ്പോ 2 പകുതിയായില്ലേ? നേരെ നടുക്കെ മുറിച്ചാൽ ആ 2 ഹാഫ്സിൽ ഒന്നിന് എന്ത് പറയുന്നു? ഒരു ഭാഗത്തിന് എന്ത് പറയും? 1 ഹാഫ്. എന്ത് പറയും? 1 ഹാഫ് എന്ന് പറയും. ഒരു ഭാഗത്തിനെ 1 ഹാഫ് എന്ന് പറയുന്നു. അടുത്ത ഭാഗത്തിന് അതുപോലെ തന്നെ 1 ഹാഫ്. അപ്പോ 2 1 ഹാഫ്സ് കൂടിയാലാണ് ഒരു മുഴുവൻ ആപ്പിള് കിട്ടുന്നത്. 2 പകുതി കൂടിയാലല്ലേ ഒന്നാവുന്നേ, അല്ലേ? അപ്പൊ ഈ 1 ഹാഫിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? ദാ 2 പകുതിയാക്കിയത്, 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. എങ്ങനെ പറയും? 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. 1/2. ഇതാണ് ഹാഫ്. ഇതാണ് ഹാഫ്. നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതേപോലെ ഒരു ചിത്രം വരച്ചിട്ട് ഇതുപോലെ മിസ് എഴുതിയതുപോലെ എഴുതി വെച്ചേ. പുതിയൊരു പേജ് എടുത്തിട്ട് ഫ്രാക്ഷൻസ് എന്ന് ചാപ്റ്ററിന്റെ ഹെഡിങ്ങും കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എഴുതി വെച്ചേ. ഫ്രാക്ഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇപ്പൊ മിസ് വരച്ചതുപോലെ വരച്ചിട്ട് ഹാഫ് 1 ഹാഫും 1 ഹാഫും എഴുതുക. എന്നിട്ട് 1 ഹാഫിന് എങ്ങനെയാ നമ്മള് മാത്സിൽ റെപ്രസെന്റ് ചെയ്യാന്ന് എഴുതി വെക്കുക. ഇതെങ്ങനെയാ നമ്മൾ വായിക്കുന്നേ? 1/2. 1/2. 1/2. ഇതുപോലെ തന്നെ എഴുതി വെച്ചു. ഇതേപോലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. സ്റ്റോപ്പ് റൈറ്റിംഗ്. എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ ഇട്ട് തരാം ഗ്രൂപ്പില്. എഴുതി കഴിയാത്തവര് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ എഴുതിയതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഇതേപോലെ നമ്മള് ഒരു മുഴുവൻ കേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മുഴുവൻ ദോശയോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് 4 ഭാഗമാക്കിയെന്ന് വിചാരിക്കാം. 4 ഭാഗമാക്കിയെന്ന് വിചാരിക്കാം. അതിലൊരു ഭാഗത്തിന് എന്ത് പറയും? 4 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിന് എന്ത് പറയും? ക്വാർട്ടർ. QUARTER. ക്വാർട്ടർ. 4 ഭാഗമാക്കിയാൽ ഒന്നിനെ QUARTER. ക്വാർട്ടർ. എന്ത് പറയുന്നു? QUARTER. അതേപോലെ ഈ ഭാഗത്തിന് എന്ത് പറയുന്നു? QUARTER. ക്വാർട്ടർ. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ഹാഫിനെ 1/2 എന്ന് പറഞ്ഞില്ലേ?
2 ഭാഗമാക്കിയതിൽ 1. അതേപോലെ ക്വാർട്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാ? 4 ഭാഗമാക്കിയതിൽ 1 ഭാഗം. 4 ഭാഗമാക്കിയതിൽ 1 ഭാഗം. എങ്ങനെയത് വായിക്കാ? 1/4. 1/4. അപ്പൊ ഇത് എത്ര ഭാഗം? ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാല് 1/4. അടുത്ത ക്വാർട്ടർ 1/4. അടുത്ത ക്വാർട്ടർ 1/4. അടുത്ത ക്വാർട്ടർ 1/4. ഓക്കെ, അപ്പൊ ഇതും കൂടി ഒന്ന് എഴുതി വെക്കാം. ഒരു കാര്യം ചെയ്യാം, മിസ് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. QUARTER. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിലൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇന്നത്തെ ഹോംവർക്ക് വേണ്ടേ? പേജ് നമ്പർ 98 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 98 എടുത്തോ? പേജ് നമ്പർ 98 എന്താ 2 ക്വസ്റ്റ്യൻസ്. ആദ്യത്തേത് 2 ഭാഗമാക്കിയിട്ടുണ്ട്, രണ്ടാമത്തേത് 4 ഭാഗമാക്കിയിട്ടുണ്ട്. അതിലെന്താ ചെയ്യണ്ടേ? ആദ്യത്തേതിൽ 1/2 കളർ കൊടുക്കുക. കളർ 1/2 ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഷേപ്പ്. കൊടുത്തിരിക്കുന്ന എല്ലാ ഷേപ്പിന്റെയും പകുതി ഭാഗം കളർ കൊടുക്കുക. എത്ര എണ്ണം ഉണ്ട് ഷേപ്പ്? 1 2 3 4 5 6 7 8 ഷേപ്സ് ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കളർ 1/4 ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഷേപ്പ്. കൊടുത്തിരിക്കുന്ന ഷേപ്സിന്റെ അടുത്തത്, കൊടുത്തിരിക്കുന്ന ഷേപ്സിന്റെ 1/4, 4ൽ 1 ഭാഗം കളർ കൊടുക്കുക. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. കേട്ടല്ലോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ. എന്താ ചെയ്യണ? ആണോ? സാരമില്ല, വീട്ടിലെത്തിയിട്ട് അയച്ചു തന്നാ മതി. ഹോംവർക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം കേട്ടോ എല്ലാരും. ഓക്കെ, ബൈ.